ഹലോ, നമ്മളിന്ന് പറയാൻ പോകുന്നത് RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള എല്ലാവർക്കും നല്ല പോലെ അപ്രൂവൽ കിട്ടിയിട്ടുള്ള ഒരു ലോൺ ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ്. കാരണം ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഈ ആപ്പ് യൂസ് ചെയ്ത് ലോൺ കിട്ടിയെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഇവിടെ ഒരു 28,000 രൂപയുടെ ലോൺ എമൗണ്ട് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അതും നമുക്ക് 5 മാസം ടെന്യൂറിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ടെന്യൂറൊക്കെ കുറവാണ്. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി ഈ ആപ്പ് യൂസ് ചെയ്ത് മുന്നേ ലോൺ എടുത്തിട്ടുള്ളതാണ്. എനിക്ക് അന്ന് 9,000 കിട്ടിയത്. ഇന്നത്തെ ഇപ്പോൾ 28,000 അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 28,000 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫീ കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്ന എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 25,200 സംതിങ് ആണ്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നത് വെച്ചാൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എന്നെ വിളിച്ച് വയ്ക്കുക. കാരണം കൂടുതൽ ലോൺ റിലേറ്റഡ് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ സാലറി ബേസിലുള്ള ലോണൊക്കെ നോക്കി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ സാലറി ബേസിലുള്ള ലോൺ NBFCകളിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മൾ EMI കാർഡുകളിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, പേരാറ്ററിലൊക്കെ ലിമിറ്റും കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് ഒലീവ് എന്നാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ എന്തെങ്കിലും നമ്മൾ ആദ്യമായിട്ടല്ല ഈ ചാനലിൽ ഈ ആപ്പിൻ്റെ വീഡിയോ ചെയ്യുന്നത്, മുന്നേ ഒരു വട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് അന്ന് ചെയ്തപ്പോൾ 9,000 അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ സ്റ്റെപ്പ് അടങ്ങിയിട്ടുള്ള വീഡിയോ താഴെ മെൻഷൻ വയ്ക്കാം, ആവശ്യമുള്ളവരാണെങ്കിൽ കയറി നോക്കുക. അതുപോലെ എന്ത് തന്നെ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുക, ഫോൺ നമ്പർ അടിച്ച് ലോഗിൻ കാര്യങ്ങളൊക്കെ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത് ഒരു 4 ഡിജിറ്റ് പിൻ കോഡൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ ഇതിൽ നമുക്ക് ചെക്ക് ലോൺ ഓഫേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷനാണ് എടുക്കേണ്ടത്. അവിടെ നിന്നാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത്. അത് എടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ച് പെർമിഷൻസ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ലൊക്കേഷനും കോൺടാക്ട്സ് ആൻഡ് കുറച്ച് പെർമിഷൻസ് ആണ്. അതൊക്കെ കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്തതിന് ശേഷം അവർ നമ്മുടെ വർക്ക് ഡീറ്റെയിൽസ് ആണ് പിന്നെ ചോദിക്കുന്നത്. അതിൽ നമ്മൾ സാലറീഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ കമ്പനി നെയിം എന്താണോ അത് ജസ്റ്റ് ഏതെങ്കിലും അടിക്കുക. ഒന്നും പ്രശ്നമുള്ള കേസല്ല. പിന്നെ അതിന് ശേഷം സാലറി കൊടുക്കുമ്പോൾ മന്ത്ലി ഇൻകം കൊടുക്കുമ്പോൾ മിനിമം 20,000 മേലെ കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവൈസ് കാണിക്കും. ഈ സ്റ്റെപ്പിന് ശേഷം നമുക്ക് അപ്പോൾ തന്നെ അപ്രൂവൽ കിട്ടുന്നില്ല. എനിക്ക് ഇപ്പോൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെയാണ് എനിക്ക് അവിടെ അപ്രൂവൽ കാണിച്ചത്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് കാണിക്കുന്നില്ല, പിറ്റേ ദിവസമാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ അപ്രൂവ് ആയിട്ടുള്ള എമൗണ്ട് കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും. 5,000 to 28,000 ഉള്ളിലുള്ള എമൗണ്ടാണ് എനിക്കിവിടെ ലോൺ എമൗണ്ട് അപ്രൂവൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ഉപയോഗിച്ച് മുന്നേ ലോൺ എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് പകുതി സ്റ്റെപ്പുകളെ കാണുന്നുള്ളൂ. കാരണം ഞാൻ പേഴ്സൺ ഡീറ്റെയിൽസൊക്കെ മുന്നേ അടിച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഫുൾ സ്റ്റെപ്പായിട്ട് കണ്ട് ചെയ്യണം എന്നുള്ളവർ കാണുന്നുണ്ടെങ്കിൽ താഴെ ഞാൻ വീഡിയോ കൊടുക്കുന്നുണ്ട്. ഫുൾ സ്റ്റെപ്പ് അടങ്ങിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് നോക്കി ചെയ്യാവുന്നതാണ്. അപ്പോൾ മുന്നത്തെ ഞാൻ എടുത്ത ലോണിൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 9,000 ആണ് നമ്മുടെ ലോൺ എമൗണ്ട് ഉണ്ടായിരുന്നത്. നമുക്ക് 3 മാസം EMI ആയിരുന്നു 3,000 വെച്ചിട്ട്. അന്ന് നമുക്ക് 9,000 ലോൺ എമൗണ്ടിന് അവരുടെ ഫീ കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് 7,900 അടുത്ത് എമൗണ്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ അപ്രൂവൽ ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് അപ്ലൈ നൗ അടിച്ച് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് 28,000 നമ്മുടെ ഫീ എല്ലാം പിടിച്ചിട്ട് 25,291 നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്ന എമൗണ്ട്. നമുക്ക് 5 മാസം EMI എമൗണ്ടാണ് സെലക്ട് ചെയ്യാൻ പറ്റുക. അവിടെ സ്ക്രീനിൽ തന്നെ അവരുടെ ലെൻഡേഴ്സ് എല്ലാ കാര്യങ്ങളും അവിടെ കാണിക്കുന്നുണ്ട്. പ്രോസസ്സിംഗ് ഫീയും ഇൻഷുറൻസ് പ്ലാൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. ഇനി ഇവിടുന്ന് അധികം സ്റ്റെപ്പുകൾ കാര്യങ്ങളൊന്നുമില്ല. ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനുണ്ടാവും. അതിനുശേഷം നമ്മുടെ ഓട്ടോ ഡെബിറ്റ് എനേബിൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഉണ്ടാവും. അതുകൂടി മാത്രമേ കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. പിന്നെ എനിക്ക് ഫുൾ സ്റ്റെപ്പുകൾ കാണിച്ചു തരാൻ പറ്റില്ല. കാരണം ഞാൻ ഓൾറെഡി മുന്നേ നിന്ന് ലോൺ എടുത്ത കാരണം ബാക്കി സ്റ്റെപ്പുകൾ എനിക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഈ ആപ്പിൻ്റെ ലോൺ എമൗണ്ട് എന്ന് വെച്ചാൽ 2,000 തൊട്ട് 5 ലക്ഷം വരെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏജ് ലിമിറ്റ് 21 to 45 വയസ്സിന് ഉള്ളിലുള്ളവർക്കാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ 650+ സിബിൽ സ്കോറൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുന്നതാണ് ഇവർ പറയുന്നത്. പക്ഷേ അതൊന്നും നോക്കണ്ട. നമുക്കൊരു 700 മേലേക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് അപ്രൂവലൊക്കെ കിട്ടുന്നുള്ളൂ. എന്തായാലും ഫുൾ സ്റ്റെപ്പ് അടങ്ങിയിട്ടുള്ള വീഡിയോ ഞാൻ താഴെ മെൻഷൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കി ചെയ്യണം എന്നുള്ളവർ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ അത് നോക്കി ചെയ്യാം. പിന്നെ ആപ്ലിക്കേഷനൊക്കെ സേഫാണ്. RBI അപ്രൂവ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ്. വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. നല്ലപോലെ എല്ലാവർക്കും നല്ലപോലെ അപ്രൂവൽ കിട്ടുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ ലോണൊക്കെ നോക്കി നടക്കുന്നവരാണ്, ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഇതിന് മുന്നേ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവരെ കസ്റ്റമറായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അവരായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആപ്പിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഇനിയിപ്പോൾ ഫുൾ സ്റ്റെപ്പ് അടങ്ങിയിട്ടുള്ള വീഡിയോയുടെ ലിങ്കും ഞാൻ താഴെ മെൻഷൻ വയ്ക്കാം. ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നോക്കി ചെയ്യാം.